അപമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മലയാളികൾക്ക് അപമാനം. ഇത്രയും വലിയൊരു നാണക്കേട് ഇനി മലയാളികൾക്ക് വരാനില്ല. അമ്മാതിരി നാണക്കേട്. ഒരു ബിഗ് ബോസ് മലയാളം കണ്ടസ്റ്റന്റിനും വെളിനാട്ടിൽ നിന്ന് ഇതുപോലെ ഒരു റോസ്റ്റിംഗ് ഏറ്റുവാങ്ങേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. തമിഴിലെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സുരേഷ് ചക്രവർത്തി ജാസ്മിന്റെ ഹൈജീനിനെ കുറിച്ച് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. മുട്ട പൊട്ടി ചോദിച്ചിട്ട് അത് പാനിലേക്ക് ഒഴിക്കാൻ നേരത്ത് കൈ വെച്ചിട്ട് അതിങ്ങനെ തോണ്ടി തോണ്ടി ഇടുന്നു എന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തതായിട്ട് ജാസ്മിന് ഓർമ്മയില്ല എന്ന് ജാസ്മിൻ പറഞ്ഞതായിട്ട് ഈ പുള്ളി ലൈവിൽ പറയുന്നുണ്ട്. ജാസ്മിന് ഓർമ്മയുള്ള ഒരേ ഒരു കാര്യം ഗബ്രി ആണെന്ന് ഈ പുള്ളി പറയുന്നുണ്ട്. അത്രയും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഓർക്കണം. ലാലേട്ടനോട് പറയുന്നു ഒരു ദിവസം 2 പ്രാവശ്യം കുളിക്കണം എന്ന് പറയുന്നതാണ് ജാസ്മിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്ന്. അത് അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഈ പുള്ളി പറയുന്നുണ്ട്. ജാൻമണിയൊക്കെ മൂക്കിൽ കൈവച്ച് നടക്കുന്നതിനെ കുറിച്ച് ഈ പുള്ളി നോട്ട് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. എത്രമാത്രം ലൈവ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഓർക്കണം. ഇനി മൊട്ടത്തലേൻ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു തരാം. 4ാം സീസണെ വിറപ്പിച്ച ഒരു പുലിയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം രതീഷിനെ ഒക്കെ പോലെ അവിടുന്ന് എവിക്ട് ചെയ്ത് വിട്ടത് അൺഫെയർ ആയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അത്രയും കോളിളക്കം സൃഷ്ടിച്ച ഒരു മത്സരാർത്ഥിയാണ്. എന്തായാലും അങ്ങനെ ഒരു മനുഷ്യൻ പുള്ളിയുടെ ലൈവിലിരുന്ന് ജാസ്മിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെ റേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സ്റ്റേറ്റ് വിട്ട് ഊക്കും പുച്ചവും മേടിക്കാനും വേണം ഒരു യോഗം. ജാസ്മിന് അഭിനന്ദനങ്ങൾ. പിന്നെ ഇത് ഒരാഴ്ച മുമ്പ് വന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ പൊളിച്ചടക്കി. ജാസ്മിൻ ഇതൊക്കെ അറിയിക്കുന്നുണ്ട്. പുറത്തിറങ്ങി ഇതൊക്കെ കാണുമ്പോൾ വല്ല ബോധക്കേട് വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.